ഹായ്, ഞാനൊരു ഇസ്ലാമിക മതപണ്ഡിതനല്ല. സാധാരണയിൽ നിന്നും സാധാരണ ഉള്ള ഒരാളാണ്. ഞാൻ റഫീഖ് വടകരയിൽ പുറമേരി ഇപ്പോൾ അബുദാബിയിൽ സംസാരിക്കുന്നു. പക്ഷെ ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം ജെന്യൂൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഓൺലി ഫോർ മുസ്ലിംസ്. അതായത് നമ്മൾ പള്ളികളിൽ നിന്ന് ദുനിയാവായ കാര്യം സംസാരിച്ചാൽ 40 വർഷത്തെ ഇബാദത്ത് നഷ്ടപ്പെടുമെന്ന് പറയപ്പെടുന്നുണ്ട്. ഞാൻ ഇസ്ലാമിക് മദ്രസ 9 പകുതി വരെ പഠിച്ചിട്ടുണ്ട്. അവരറിവ് വെച്ചാണ് ഞാൻ പറയുന്നത്. മാത്രമല്ല നമ്മുടെ നാട്ടുമ്പുറത്തുള്ള ചില പള്ളികളൊക്കെ എഴുതിയും വെച്ചിട്ടുണ്ട് ഇൻ അറബിക് ആൻഡ് മലയാളം. അപ്പോൾ ഈയിടെ അബുദാബിയിൽ നിന്ന് ഒരാളിനോട് ആർഗ്യുമെന്റ് ചെയ്തേ അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്ന് പറയും. പുള്ളിയാണെങ്കിൽ AP ആയിട്ട് ബന്ധപ്പെട്ട ആളാണ്, എന്നാൽ അത്യാവശ്യത്തിന് മോഡേണാണ്. പുള്ളി എന്നോട് പറഞ്ഞ് ഇല്ലെന്ന് പറയും. അങ്ങനെ ഞാനൊരിക്കലും നമ്മുടെ നാട്ടുപുറത്തുള്ള എടച്ചേരി രജിസ്ട്രാർ ഓഫീസിൻ്റെ അടുത്തുള്ളൊരു പള്ളിയിലുണ്ടായിരുന്നു ഇങ്ങനെ എഴുതി വെച്ചിട്ട്. ആ ക്യാപ്ചർ എടുത്ത് പുള്ളിക്ക് ഞാൻ വാട്സപ്പ് ചെയ്ത് കൊടുത്തു. അപ്പം പുള്ളി ബിലീവ് ചെയ്തു. ഇത് പറയാൻ കാരണം എനിക്ക് അബുദാബിയിൽ ഈ ചില ആൾക്കാരെല്ലാം കാണാറുണ്ട്, പള്ളികളിങ്ങനെ സംസാരിക്കും. എസ്പെഷ്യലി ഒരു തൃശ്ശൂരിലൊരു ഇക്കയുണ്ട്. പുള്ളി എപ്പം കണ്ടാലും എൻ്റെ കൈക്കിനെ പിടിക്കും. ഈ അട്ട പിടിച്ച പോലെ പിടിക്കാമെന്നറിയില്ലേ, അല്ലെങ്കിൽ വളഞ്ഞു പറ്റിയ പോലെ പറ്റും, ഇങ്ങനെ പിടിച്ചു പോകും. അപ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ പുള്ളിയോട് ഒന്നുകൊണ്ടാണ് പറഞ്ഞിട്ടുണ്ട്, പള്ളികളും ദുനിയാവ് കാര്യം സംസാരിക്കരുത്. ഒരിക്കലും പുള്ളിക്ക് വാട്സപ്പ് ചെയ്തു, ശരിയാ നിങ്ങൾ പറഞ്ഞ് എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം എൻ്റെ അകപ്പള്ളിയിൽ നിന്ന് പുറപ്പള്ളിയിലോട്ട് വന്നു. പിന്നെ വീണ്ടും വന്നു കഴിഞ്ഞാൽ കാണുമ്പം റിപ്പീറ്റേഷൻ കാണുമ്പോൾ ചോദിച്ചു ജോലിയുടെ ബിസിനസ്സാണോ? പുള്ളിയോട് ഒരുപാട് തവണ പറഞ്ഞാണ് ഞാനൊരു ഇൻഷുറൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യാണ്, ജോലിയാണ്, SM മോട്ടോർ റിലേറ്റഡ് വർക്ക് ചെയ്യാണ്. എന്നാലും പിന്നെ ചോദിക്കും ഇത് ബിസിനസ്സാണോ? നമ്മളെ ഒരു സ്ഥാപനമുണ്ട്, ഷെയർ ഉണ്ട്, ആൾക്കാരുടെ പറയണം. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കഥകൾ പറഞ്ഞോണ്ട് പുള്ളിയോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്തെന്ന് ദുനിയാവായ കാര്യങ്ങൾ പള്ളിയിൽ സംസാരിക്കരുത്. ഇത് എല്ലാവർക്കും വേണ്ടി വിടുന്ന വീഡിയോയാണ്. കാരണം 40 വർഷത്തെ ഈ ഭാഗത്ത് നഷ്ടപ്പെടുക വെച്ചാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ലല്ലോ. ഓക്കെ, ഇത് ഞാൻ പഠിച്ചതാണ് നിങ്ങളോട് പറയുന്നത്. എല്ലാവരും ഫോളോ അപ്പ് ചെയ്ത് നല്ലതാണ്. ഈ കാര്യം ചിലർക്കൊന്നും അറിയില്ല. ഓക്കെ, താങ്ക് യു. റഫീഖ് വടകര.